ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനായിട്ട് തുടങ്ങുകയാണ്. അതിനുള്ള വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഈ വെളുത്തുള്ളി ചെറിയ 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 വെളുത്തുള്ളി നമുക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ലേ. അപ്പൊ ഇത് ഞാൻ കുറെ നേരം ഒരു 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പം, പിന്നെ ഒരു കാര്യം, ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഉണ്ടല്ലോ, കളയണ്ട. ഈ വെള്ളം നമുക്ക് ചെടികളിലൊക്കെ മിക്സ് ചെയ്ത് ഒഴിക്കാൻ നല്ലതാണ്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ചു വെച്ചത് അത് വെള്ളം മാറ്റിയിട്ട് നല്ലപോലെ 2-3 വട്ടം നല്ലപോലെ ഞെരടി അങ്ങ് കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് ഒന്നുകൂടെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞെരടി കഴിയുമ്പോൾ ഇതിന്റെ തൊലികളെല്ലാം നല്ലപോലെ തൊലിയെല്ലാം വരുന്നുണ്ടല്ലോ. ഇങ്ങനെ വന്ന് ഇതിന്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം. ഇച്ചിരിയൊക്കെ തൊലിയൊക്കെ ഇരുന്നാലൊന്നും കുഴപ്പമില്ല. തൊലിയോട് കൂടെ നമുക്കിത് അരയ്ക്കാം. തൊലി നല്ലതാണ്, ഫൈബർ നല്ലതായിട്ടുള്ളതാണ് സാധനങ്ങളാണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഞാനൊരു വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച്, അത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്തോട്ട് തൊലിയൊക്കെ ചില മുഴുത്ത പുറത്തു നിന്നുള്ള തൊലികളൊക്കെ മാറിക്കഴിയുമ്പം പിന്നെ അകത്തെ തൊലികളൊക്കെ ഉള്ളൂ, അതൊക്കെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അതെല്ലാം മാറ്റി ഇതിനകത്ത് അഴുക്കൊക്കെ ഉള്ളതെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇച്ചിരി നല്ലതായിട്ടുള്ള വെളുത്തുള്ളി എല്ലാം കൂടെ എന്നെടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടുകയാണ്. ഇതിനകത്ത് കളയാനുള്ള തൊലികളെല്ലാം എടുത്ത് മാറ്റണം. അപ്പം അതങ്ങനെ ചെയ്ത് ഇതിന്റെ ആദ്യം ഞാൻ വെളുത്തുള്ളി തന്നെയാണ് അരയ്ക്കുന്നത്. വെളുത്തുള്ളി തന്നെ അരച്ചെടുക്കണം. ആദ്യം നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ ഇതിനകത്ത് ചേർക്കുന്ന സാധനം എന്തൊക്കെയാണെന്ന് അത് പറയാം ഞാൻ. അത് ആദ്യം ഇതിനകത്തൊന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് അരയ്ക്കണം. അരച്ചെടുത്തിട്ട് ബാക്കി ഇത് ഇഞ്ചി അത് കഴിഞ്ഞാണ് നമ്മൾ ഇടുന്നത്. ഞാൻ ഇതിനകത്തോട്ട് ഇത്ര ഇതിടുന്നില്ല. അരച്ചു കാണിക്കാം. ഞാൻ ഇതിനകത്ത് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പം ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇതല്ലെങ്കിൽ ഒക്കെ പീസായിട്ട് കിടക്കും. അപ്പൊ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് നമ്മളുടെ ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞില്ലേ, അതിന്റെ തൊലിയും കൂടെ ഉള്ളത് കൊണ്ട് ഇതിപ്പം ഞാനൊരു വലിയ മിക്സി ജാറിനകത്തോട്ടിട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇഞ്ചി ചെറുതായിട്ട് ഇത് കണ്ടോ മുറിച്ച് വെച്ചിരിക്കുന്നത്, അത് ഞാൻ ഇതിനകത്തോട്ടിട്ട് ചെറുതിനകത്തോട്ട്, അല്ലെങ്കിൽ ശരിക്കും അരയില്ല, അപ്പൊ ഇതിനകത്തോട്ട് അരച്ചെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇഞ്ചി നല്ലപോലെ അരഞ്ഞു. പക്ഷെ രണ്ടും കൂടെ മിക്സ് ആക്കാനായിട്ട് നമുക്ക് ഒരെണ്ണത്തിലോട്ട് ആക്കണം. അപ്പൊ എന്റെ ചെറിയ മിക്സിയുടെ ജാർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വലുതിനകത്തോട്ട് ആക്കിയത്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ആക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഇത് കടുകെണ്ണയാണ്. ഇത് കടുകെണ്ണ ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഈ കടുകെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പൊ കടുകെണ്ണ ഞാനിത് ഈ സ്പൂണ്, ഇത് കണ്ടോ, ചെറിയൊരു സ്പൂണാണ്. അപ്പം ഇതിന് ഞാൻ ഇത് ഒത്തിരി ഉള്ളത് കൊണ്ട് അതനുസരിച്ച് ഒരു 3 സ്പൂണ് ഞാൻ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇത് 1, 2, ഇതൊന്ന്, 3 സ്പൂൺ എണ്ണ ഞാൻ ഇതിനകത്ത് ചേർത്തു. ഇത് എണ്ണ ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കടുകെണ്ണ ഇതിന് നല്ലപോലെ വെക്കും. അപ്പം ഇത് ഈ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടല്ലോ, അവർക്ക് രാവിലെ എണീറ്റ് വെളുത്തുള്ളി പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമാകും. അപ്പൊ ചെയ്തു നോക്കിയാൽ എളുപ്പമാകും. നിങ്ങൾക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇപ്പം അരയ്ക്കാൻ നേരം ആദ്യം എണ്ണ ഒഴിച്ച് 3 സ്പൂൺ എണ്ണ ഒഴിച്ച് അരച്ചു കഴിഞ്ഞ് ഇത് നല്ലപോലെ അരഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇതിനൊരു അര ഗ്ലാസ് വെള്ളം, എന്നാന്ന് ചോദിച്ചാൽ ഇത് ഇത്രേ ഉള്ളത് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ഉള്ളത് അനുസരിച്ച് പേസ്റ്റ് ഇതാണ്. ഈ പരുവാണ് നമുക്ക് ശരിക്കിരിക്കേണ്ടത്. അപ്പം ഇത് അത്രയും വെള്ളം ഒഴിച്ചു. പിന്നെ ഈ സ്പൂണിന് 1 സ്പൂണ് വിനീഗറും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് ഇങ്ങോട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുത്തു. ഇത് കണ്ടോ പേസ്റ്റ്. ഇത് നല്ല എന്തോ പറഞ്ഞ കടുകെണ്ണയുടെ നല്ലൊരു മണമുണ്ട്. കടുകെണ്ണ നല്ലതാണ് കേട്ടോ നമുക്ക് ശരീരത്തിനൊക്കെ. ഇപ്പം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയായ കാരണമുണ്ട് കടുകെണ്ണ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. നമുക്ക് മായം ചേരാത്ത കടുകെണ്ണ മേടിച്ച് കറികളിലൊക്കെ ആദ്യം ഇത് നമുക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പിന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ചു കഴിയുമ്പോൾ അതിന് ഇച്ചിരി പുക വരണമെന്നേ ഉള്ളൂ. നല്ലപോലെ ചൂടായി കഴിഞ്ഞേ കടുകൊക്കെ പൊട്ടിക്കാവുള്ളൂ, എന്ത് സാധനം അതിനകത്ത് ഇടാവുള്ളൂ. അതിന് മുന്നേ ഇടരുത്. അത് കഴിഞ്ഞ് കറിക്കൊന്നും ഒരു സ്മെല്ലും വരത്തില്ല കടുകെണ്ണയുടെ.
അപ്പൊ നല്ല ടേസ്റ്റും ആ കറിക്കൊക്കെ. അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം. പക്ഷെ നോർത്തിലൊക്കെ ആൾക്കാർ ഇതിലുണ്ടാക്കുന്ന ഇതുകൊണ്ട് നമുക്ക് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. എണ്ണയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ആവശ്യമുള്ള എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് എണ്ണ ഉപയോഗിക്കാം. അപ്പം അതുകൊണ്ട് ഞാനിപ്പം എന്റെ വീട്ടില് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ശരീരത്തിന് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരത്തില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പം പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയിൽ വെക്കരുത്, സ്റ്റീലിന്റെ പാത്രത്തിലും വെക്കരുത്, ഗ്ലാസിന്റെ കണ്ടെയ്നർ അതിനകത്ത് ഇട്ട് വെക്കണം. അപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുക. അതിനകത്ത് ഞാൻ 1-2 ഡബ്ബകളിലിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും. എപ്പോ എനിക്ക് വേണോ, ഒരു സ്പൂണോ അര സ്പൂണോ എന്തോരം വേണോ അത്രയും ഞാൻ എടുത്ത് അതിനകത്ത് എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് പൊട്ടിച്ചു കഴിഞ്ഞ് അതിനകത്ത് ആദ്യം ഇത് ചേർക്കും. ഇത് ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ സവോള ചേർക്കും. എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ വെളുത്തുള്ളിയുടെ മണം വരാതിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മൾ സവോള ഇട്ട് കഴിഞ്ഞാൽ ഇതിടുന്നെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു മണം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യും. ഈ 2 കണ്ടെയ്നറുകളിൽ ഞാൻ ഇത് നിറച്ചു. ഇതിനി ഫ്രിഡ്ജിൽ വെക്കാൻ പോകും.